ഇന്നലത്തെ തൊപ്പി ടാസ്ക് കഴിഞ്ഞപ്പോൾ ഈ നാറി വന്ന് പറയുകയാണ് അവൻ്റെ വിരള് അനീഷ് മനഃപൂർവ്വം വൈരാഗ്യം കൊണ്ട് കടിച്ചെന്ന്. പിന്നെ അനീഷ് എന്ത് ചെയ്യണം? എത്ര നേരം ഒറ്റയ്ക്ക് നിന്ന് പോരാടും? ഇവന്മാരെല്ലാം അനീഷിൻ്റെ ദേഹത്തായിരുന്നു. ഭൂരിഭാഗം ടീമുകളുടെയും ക്യാപ്റ്റൻ ലേഡീസ് ആയിരുന്നു. അവരാണ് തൊപ്പി വെച്ചിരുന്നത്. അതുകൊണ്ട് അവിടേക്ക് പോകാൻ പറ്റില്ല. അനീഷ് ഒരു ഗ്രൂപ്പിലും പെട്ട ആളല്ല. ആരോടും പ്രത്യേകിച്ച് അടുപ്പവുമില്ല. അതുകൊണ്ട് തന്നെ ഇന്നലെ എല്ലാവരും കൂടെ ചവിട്ടി മെതിച്ചു. അനീഷിന്റെ കൂടെയാണ് അപ്പാനി ശരത്ത്. വയൽക്കാട്ടിൽ വന്ന സാബുമാൻ വെറും ഇറച്ചിക്കോഴി. 10 വയസ്സുള്ള കുട്ടിയുടെ ബലം പോലും അവനില്ല. അവരും അനീഷിന്റെ മേലെയാണ്. ഒരു തൊപ്പിക്ക് വേണ്ടിയിട്ട് എന്താണ് ഇന്നലെ കാണിച്ചത്? എല്ലാവരും അനീഷിന് നേരെ തിരഞ്ഞു. സ്വന്തം കൂടെയുള്ളവർ പോലും അനീഷിന്റെ തൊപ്പി പ്രൊട്ടക്റ്റ് ചെയ്തില്ല. അനീഷ് പരമാവധി ശ്രമിച്ചിട്ടും തൊപ്പി പ്രൊട്ടക്റ്റ് ചെയ്യാനായില്ല. എല്ലാവരും കൂടെ വന്നങ്ങ് പിടിച്ചിട്ട് അനീഷിനെ ചവിട്ടി മെതിച്ച് തൊപ്പിയുടെ ഒരു ഭാഗമായിട്ട് ഷാനവാസ് പോയി. അനീഷിന് തീരെ വയ്യാണ്ടായി. ബാക്കിയുള്ള മത്സരാർത്ഥികളെല്ലാം വെറും ഊളകളാണ് കേട്ടോ. അവര് അനീഷിനെ അത്ര മൈൻഡ് ചെയ്തില്ല. ഇതൊരു പെണ്ണിനാണ് സംഭവിക്കുന്നതെങ്കിലോ? അതിനേക്കാൾ വലിയ ഊളനാണ് ബിഗ് ബോസ്. ഇന്നലെ ടാസ്ക് പറഞ്ഞപ്പോൾ ഇത് ഫിസിക്കൽ ടാസ്ക് അല്ല എന്ന് പറഞ്ഞതാണ്. എന്നിട്ട് ടാസ്ക് നടന്ന സമയത്ത് കണ്ണടച്ചിരുന്നു. എന്നിട്ട് ആ നാറി ഷാനവാസ് അവൻ്റെ വിരളിൻ്റെ അറ്റം പോയി എന്ന് പറഞ്ഞ് വന്നേക്കുന്നു.